ഒരുത്തി എൻ്റെ ഇടത്തെ വയറ്റിൽ, ഒരുത്തി എൻ്റെ വലത്തെ വയറ്റിൽ, ഫ്രണ്ടിലിരിക്കണ ഒരുത്തി എൻ്റെ സാമാനത്തിൽ പിടിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് നല്ലോണം അറിയാം. സോ സാർ വാട്ട് ഈസ് ഇഷ്യൂ, വാട്ട്സ് ദ മാറ്റർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുള്ളിയാണെ തുടങ്ങിയില്ലേ, യു തൂ മാതർ. ഹലോ ഗൈസ്, നമ്മളൊന്ന് ജിമ്മ് വരെ വന്നതാണ്. നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ ആളായതുകൊണ്ട്. സോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പക്ഷെ അതിന് മുന്നേ ഞാൻ എൻ്റെ ഇൻട്രോ പറഞ്ഞില്ല അല്ലേ. അവിടെ ഒരു വണ്ടി. കൊള്ളാം. സോ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ക്ലബ് ഗെയിമിംഗ്. സൈനിങ് ഓഫ് പറയാൻ വേണ്ടി നിൽക്കലടാ നീയൊക്കെ. സൈനിങ് ഓഫ് പറയൂലടാ ഞാൻ. സോ കൊള്ളാം, ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. സോ നമ്മൾ ബൂസിയുടെ മിഷൻസൊക്കെ തീർത്തു. മനസ്സിലാവുന്നുണ്ടോ? ബൂസിയുടെ മിഷൻസൊക്കെ തീർത്തു. അങ്ങനെ അടുത്ത എനിക്ക് തോന്നുന്നു സി കാണിക്കുന്നത് നമ്മുടെ ടിംപണി ഉണ്ടല്ലോ, പോലീസ്, ആ കോപ്പിൻ്റെ സി ആണത്. നമുക്ക് വി ഹാവ് ടു സേവ് അവർ വെഹിക്കിൾ. ഇത് രണ്ടും സെയിം വെഹിക്കിളാ അല്ലേ? ഇറ്റ്സ് ഓക്കെ. സോ നമുക്ക് എന്തായാലും കുറേ നാളെ നമ്മൾ സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് സേവ് ചെയ്തേക്കാം. സോ വി ക്യാൻ ഗോ ടു ദ മിഷൻ സ്നെയിൽ ട്രെയിൽ. എന്ത് പറയാനാ പടി, ജീവിതം എന്നെ ഇങ്ങനെ മുടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓ അവനുണ്ടല്ലോ പൊളാസ്കി, അടിച്ച് തിരിക്കണം അവനെയൊക്കെ. Nice to see y'all kicking back. I wonder how your brother's sleeping, curled up next to his shower daddy while you lived comfortably on the outside. എന്താണ് നിന്റെ പ്രശ്നം? നിനക്കെന്നെ ചൊറിഞ്ഞാൽ അടങ്ങോളോ? What y'all want this time? Well, what we want is to get on with our jobs in peace without some damn bleeding heart liberal poking his nose into affairs he won't even understand. The press on y'all? What the hell would you know about it, boy? Whoa, easy there, Eddie. Let's not get ahead of ourselves. Some young journalist out there is trying to get a name for himself. He doesn't know how the streets work, that he's supposed to report what he's supposed to report. Yeah, anyway, we need you to നീ എന്തിനാടാ കടിച്ചു കയറുന്ന എൻ്റെ അടുത്ത്? And that Stooley, shut him up too. Yeah, there's some reporter who's digging up dirt on Pulaski. We don't know who's talking, but we know the reporter's meeting him today. ഇവനെതിരാണ് കേസ്. ഇത്ര ഗുണ്ടയാ. Oh, this is a nice place, Carl. താങ്ക് യുടാ തേണ്ടി. സ്നൈപ്പർ റൈഫിൽ എനിക്ക് ഉണ്ടായി, നീയൊക്കെ എടുത്ത് കളഞ്ഞതാടാ. ഇനി സ്നൈപ്പർ റൈഫിൽ കണ്ടുപിടിക്കാൻ ഞാൻ ഇനി അവിടെ പോണം. പയ്യെ. Okay. After his conversation, follow him to his meeting place with the target, then kill him both. This is train. Train പോകാ. എനർജി തീർന്നടാ. ട്രെയിനിൽ കയറണം, കമോൺ. അതെ, ട്രെയിൻ പോയി. Train and he is heading for Macro station. Follow the train. Okay. ഈ ട്രാക്ക് ഭയങ്കര സീനാണ്. ട്രെയിൻ ഫോളോ ചെയ്ത് എങ്ങടെ പോകുന്ന ഈ ട്രെയിനിന്റെ ദിശ? ഇങ്ങനെ പോയി. ഓ, നമ്മുടെ പണ്ടത്തെ നാട്ടിയിട്ടാണ്. സോ അതുവരെ സമയമുള്ളതുകൊണ്ട് സമയമുള്ള സ്ഥിതിക്ക് ഞാനൊരു കഥ പറയാം. കഥ പറയണമെങ്കിൽ സൗണ്ട് ഇത്രയും പോരാ, ഞാൻ ഇച്ചിരി വോളിയം ലോ ആക്കി വെക്കാം. ഇത് മതിയോ?
സോ ഗൈസ്, ട്രെയിൻ എന്ന് പറയുന്നത് എനിക്കെപ്പോഴും ട്രോമയാണ്, ഭയങ്കര ട്രോമ തന്നെയാണ്. കാരണം ഞാനിവിടെ ഹോസ്റ്റലിൽ ജീവിക്കുന്നൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഞാൻ എത്രത്തോളം ഈ ട്രെയിനായിട്ട് ബന്ധപ്പെട്ട ആളാണ്. കാരണം എനിക്ക് നാട്ടിൽ പോകണമെങ്കിൽ, മെയിൻ കേരളത്തിൽ പോകണമെങ്കിൽ എന്താണ്, ബാംഗ്ലൂർ തന്നെയാണ് ജീവിക്കുന്നതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറി പോകാനേ ആവശ്യമുള്ളൂ. പക്ഷെ ഈ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ട്രോമ അനുഭവമാണ്. ഒന്ന്, അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളതാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഗൈസ്. റോബേഴ്സാണ് അവർ, മനസ്സിലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരിക, തട്ടിപ്പറിക്കുക, പൈസ മേടിക്കുക, പൈസ കൊടുത്തില്ലെങ്കിൽ സാമാനത്തിൽ കയറി പിടിക്കുക. തന്തയില്ലായ്മയുടെ എന്താണ് മാക്സിമം ലെവലാണ് അവർ കാണിക്കണത്. നല്ല ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അവരതാണ് ഇതാണെന്ന് പറഞ്ഞൊന്നും ഒറ്റൊരുത്തനും വരാൻ നിൽക്കണ്ട. കാരണം ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ബാംഗ്ലൂർ പോയപ്പോൾ അത് നിങ്ങൾ കേൾക്കണം. ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പോൾ വന്ന് 3 പേര് ബാംഗ്ലൂർ പോയപ്പോൾ മീൻസ് നാട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്, അവിടെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടാ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ഗാണ്ടു, മറ്റേ ഗാണ്ടു എന്നാണ് അവരുടെ കറക്റ്റ് നെയിം എന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ കൂട്ടുകാരന്മാർ പറയുന്നത് കേൾക്കാറില്ല. ഗാണ്ടുവിൻ്റെ അർത്ഥം എനിക്ക് ഹിന്ദിയും കുണ്ടിയും ഒന്നും അറിയാൻ പാടില്ല. ആർട്ടിസ്റ്റ്, ഒരു ട്രാൻസ്ജെൻഡർ, ഇത് അവൻ വന്നിട്ട് പൈസ തരാൻ പറഞ്ഞു. എൻ്റെ കയ്യിലാണ് എവിടെ നിന്നാണ് കഴിച്ച് പൈസ. നമ്മൾ പല സമയവും 200 തന്നെ ട്രെയിൻ ടിക്കറ്റ്, 300 ലോക്കൽ എടുക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ പൈസ. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് വീട്ടിൽ പൈസ വയ്ക്കാൻ പറ്റില്ല. അതൊരു ട്രോമ അവസ്ഥ തന്നെയാണ്. സോ ഞാൻ പൈസ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അപ്പോൾ തന്നെ അവളുടെ അടുത്ത് നിന്ന് 3 പെണ്ണുങ്ങളെന്ന് പറയാൻ പറ്റില്ല, ആണുങ്ങൾ 3 പേരെ ഇങ്ങ് വിളിച്ചിട്ട് ഇവളുമാര് 3 എന്നോട് ഒരുത്തി എൻ്റെ ഇടത്തെ വയറ്റില്, ഒരുത്തി എൻ്റെ വലത്തെ വയറ്റില്, ഫ്രണ്ടിലിരിക്കണ ഒരുത്തി എൻ്റെ സാമാനത്തിൽ പിടിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. പൈസ തന്നില്ല ഇപ്പൊ മലയാളം പറയുന്നേ, പൈസ തന്നില്ല ഇപ്പൊ പിടിക്കും. ട്രെയിൻ ഈസ് അപ്രോച്ചിങ് മാർക്കറ്റ് സ്റ്റേഷൻ റിപ്പോർട്ട്. ഓക്കെ, പൈസ തന്നില്ല ഇപ്പൊ പിടിക്കും. മറ്റേ ഞാൻ പൈസ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവരെന്നെ പിടിച്ച്, എൻ്റെ സാമാനത്തിൽ പിടിച്ച്. അല്ല, പൈസ കൊടുക്കുന്നതിന് മുന്നേ. എന്നിട്ട് എന്നെ പിന്നെയും പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 50 രൂപ അവർക്ക് അയച്ചു കൊടുത്ത്. വേറെ വഴിയില്ല ഗൈസ്. സോ ദാറ്റ് മച്ച് റൗഡിസം ഈസ് ഹാപ്പനിങ് ഇൻ ബാംഗ്ലൂർ. അത്രയും റൗഡിസമാണ് ബാംഗ്ലൂർ നടക്കണത്. തന്തയില്ലായ്മ എന്ന് വേണേൽ പറയാം. എന്ത് ചെയ്യാൻ, ആ ഒരു ദിവസം ഭയങ്കര ട്രോമയായി പോകും ഗൈസ്, ഭയങ്കര ട്രോമയാണ്. എന്തായാലും നമുക്ക് വി ഹാവ് കണ്ടിന്യൂ ദ മിഷൻ. ഓക്കെ, എന്തോ സ്പീഡോമീറ്ററോ ഈ പോണ വച്ചാണല്ലേ. അത് നമ്മളെ കാണരുതല്ലേ. അപ്പം നമുക്ക് സമയമുണ്ട്. എനിക്കൊരു കാര്യം പറയാം. പിന്നെ ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു ദുരനുഭവമുണ്ട്. ഒരിക്കലും നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്യരുത്. ഇറ്റ്സ് വെരി ബാഡ്. ആൻഡ് ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര നിയമലംഘനമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത്. പക്ഷെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആകെ ബാഡാവും. സോ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഞങ്ങളുടെ കൂട്ടുകാരിയും പിന്നെ ഞാനും 3-4 ഫ്രണ്ട്സ് ഉണ്ട്, 4-5 ഫ്രണ്ട്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. ഒന്ന് അയ്യോ ഞാൻ കഥ പറഞ്ഞ് നിന്ന് പോയിട്ടാ. അപ്പോൾ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. ഒന്ന് ബാംഗ്ലൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനും ഒന്ന് യശ്വന്തൂർ എന്ന റെയിൽവേ സ്റ്റേഷനും. മിഷൻ ഫെയിൽഡ്, യു ലോസ്റ്റ് ദ റിപ്പോർട്ട്. ശരിയില്ല, നമുക്ക് ഒന്നുകൂടെ വരാം. നമുക്ക് കഥയൊക്കെ പറഞ്ഞ് വി ക്യാൻ കം വൺ മോർ ടൈം. ഓക്കെ അല്ലേ?
ഞാൻ ആ കഥയിൽ മുഴുകണ്ട. അപ്പം ഞാൻ പോയി റൈഫിലെടുത്ത് വരട്ടെ, എന്നാലേ കഥ പറയാൻ രസമുള്ളൂ. സോ സ്റ്റിൽ നമ്മൾ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്, ഞാൻ കഥ അങ്ങ് പറഞ്ഞു തീർക്കട്ടെ. അപ്പം ഞങ്ങളൊരു 5-6 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ബാംഗ്ലൂർ വന്ന സമയത്താണ്, പഠിക്കാനൊക്കെ വന്ന സമയത്ത് ഒരു 4-5 വർഷം മുന്നേ. അപ്പം ഞങ്ങൾ 3 ആൺസുഹൃത്തുക്കളും, അല്ല 4 ആൺസുഹൃത്തുക്കളും 2 പെൺസുഹൃത്തുക്കളും, 3 ബോയ്സ് ആൻഡ് 2 ഗേൾസ്. ഓക്കെ. അപ്പം ഞങ്ങൾ ഇത്രയും പേര് ബാംഗ്ലൂർ വന്ന് ഇപ്പോൾ കറങ്ങാൻ പോകണമല്ലോ. അപ്പോൾ നാട്ടിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ച് നാട്ടിൽ പോകുന്ന ദിവസം നമുക്ക് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. സോ ഒരു ബോയിനും ഒരു ഗേളിനും യശ്വന്തപുരം എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ. ഞങ്ങൾ ബാക്കിയുള്ളവർക്കെല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലുള്ളവർക്കറിയാം, ബാംഗ്ലൂരിൻ്റെ 10th പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തു കൂടെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ ലുലു മാളിലൊക്കെ പോകാം. അപ്പം നമ്മളതുവഴി ലുലു മാളിലൊക്കെ പോയി തിരിച്ചു വരികയാണ്. തിരിച്ചു വരണ വഴിയാണ് കോമഡി. തിരിച്ചു വന്നു. നമ്മുടെ കയ്യിൽ ട്രെയിൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഗ്യാങ്ങായിട്ട് കയറി. ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ കള്ളത്തിനൊന്നും കഴിച്ചിട്ടില്ല. ഗ്യാങ്ങായിട്ട് കയറിയതും ഞങ്ങളിങ്ങനെ ഗ്യാങ്ങായിട്ട് നടക്കുന്നുണ്ട്. ടീറ്റി പിടിച്ചിട്ട് മോനെ എന്തേലും പറയാനുണ്ടോ? ടീറ്റി പിടിച്ച് ഒരു ഹിന്ദിക്കാരൻ, അവൻ ഇംഗ്ലീഷ് പോലും അറിയാത്തൊരു ഒരുത്തൻ, ഒരു സാറ്. നമ്മൾ ബഹുമാനം കൊടുക്കണമല്ലോ. അപ്പം എന്നിട്ട് ഞാൻ ലാഗായി പോയിട്ട് ആ ട്രെയിൻ മിഷൻ ഫെയിലാവുമെന്ന് പേടിച്ചിട്ടാണ് പെട്ടെന്ന് ലാഗായത്. അപ്പം ടീറ്റി പിടിച്ചിട്ട് മച്ചാൻ പറഞ്ഞ് അയ്യോ മച്ചാൻ പറഞ്ഞ് ടിക്കറ്റ് കാണിക്കണം, ഒതറോ തുമാരി ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിൽ എന്തൊക്കെയാണ് പറഞ്ഞു. അപ്പം തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത്. അപ്പോഴല്ലേ ഒരു വിഷയം, കയ്യിലിരിക്കുന്ന 2 പേർക്ക്, അല്ല നമ്മുടെ കൂടെയുള്ള 2 പേർക്ക് യശ്വന്തപുരം എന്ന് പറയുന്ന സ്ഥലത്തല്ലേ ട്രെയിൻ, അവരിവിടെ ബാംഗ്ലൂരല്ലേ നിൽക്കുന്നത്. സോ മനസ്സിലായോ? ബാംഗ്ലൂരിൽ സ്റ്റേഷനിൽ കയറണമെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത ടിക്കറ്റ് വേണം, യശ്വന്തപുരം നിന്ന് എടുത്ത ടിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. സോ TTR പറഞ്ഞു അവർക്ക് 2 പേർക്കും ടിക്കറ്റ് ഇല്ല, അപ്പം നിങ്ങൾക്കൊക്കെ പണി തരും. ആ സമയത്താണ് നമുക്കൊന്നും അറിയില്ല ഗൈസ്. ഇപ്പോഴാണ് നമുക്ക് പറഞ്ഞ് റൂൾസൊക്കെ അറിയാം. ആ സമയത്ത് റൂൾസൊന്നും അറിയില്ല. അപ്പം എന്നോട് പുള്ളി പറഞ്ഞു പോയി ആധാർ കാർഡ് എടുത്തോണ്ടിരാൻ പറഞ്ഞു. എൻ്റെ ആണ് ബാഗൊക്കെ ക്ലോക്ക് റൂമിലാണല്ലോ. ഞാൻ ക്ലോക്ക് റൂമിൽ പോയി ആധാർ കാർഡൊക്കെ എടുത്ത് തിരിച്ചു വരാൻ വേണ്ടി ക്ലോക്ക് റൂമിൽ പോയി. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടിനെയും 2 ഫ്രണ്ടിനെയും, ഒന്ന് ബോയ് ആണ് ഒന്ന് ഗേളാണ്. ഇവർ 2 പേരെയും TTR അവിടെ പിടിച്ചു വെച്ചേക്കുക. ഞങ്ങൾ ബാക്കി എല്ലാവരും വിട്ടു. അപ്പം എന്നോട് മാത്രം പറഞ്ഞു പോയി ആധാർ കാർഡ് എടുത്തോണ്ടിരാൻ. എനിക്കാണ് പുള്ളിക്ക് എന്നെ കണ്ടിട്ട് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, എന്നെ കണ്ട ഒരു കള്ളനോട്ടം പോലെ പുള്ളിക്ക് ഇല്ലെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കണം. അപ്പം പുള്ളി കണ്ട് പുള്ളി എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയി ആധാർ കാർഡ് എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ 2 ഫ്രണ്ട്സിനെ, ഒന്ന് ഒരു ബോയും ഒരു ഗേളും. ഞാൻ ആധാർ കാർഡ് എടുത്ത് തിരിച്ച് നടന്നു കഴിഞ്ഞാൽ ഈ ഗേൾ എൻ്റെ അടുത്ത് കൂടെ ഓടിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു എടി നീ ഇതെവിടെ പോകുന്നു, എവിടെ പോയി? അപ്പം അവള് എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ടെൻഷൻ അടിച്ച പോലെ പോയി. അപ്പം എനിക്കറിയില്ല ഇവളെവിടെ പോയതാണ്. ഞാൻ എന്ത് ചെയ്ത് ഓക്കെ അവളെ വിട്ടിട്ടുണ്ടാവും, കാരണം പെണ്ണുങ്ങളല്ലേ, ഗേൾസിന് അങ്ങനെ ഒരു കൺസെപ്ഷൻ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പോകാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഓക്കെ അവള് പോട്ടെ. ഞാൻ എന്നിട്ട് നേരെ ആധാർ കാർഡായിട്ട് ചെന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ബോയ് ചെക്കൻ പയ്യനെ കോളറിൽ പിടിച്ച് ഭിത്തിമേ ഇങ്ങനെ ചാരി ഇങ്ങനെ നിർത്തിയേക്കാം, വാളിൽ ഭിത്തിയിൽ. ഞാൻ നേരെ ചെന്ന് കയറി കൊടുത്ത് ആധാർ കാർഡ് എന്ന് പറഞ്ഞ്, എന്നാ സാർ ആധാർ കാർഡ് എന്ന് പറഞ്ഞ്
എന്നെയും കോളറിന് പിടിച്ച് ഭിത്തിയിട്ട് ചേർത്ത്. ഞങ്ങൾ രണ്ടുപേരെയും ഭിത്തി ചേർത്ത്. മിഷൻ ഫെയിൽഡ്. അത് ഈ വണ്ടി ഇട്ട് ഇങ്ങനെ കളിക്കണോണ്ടാണ്. സോ ഇറ്റ്സ് ഓക്കെ. നമുക്ക് കഥ പറഞ്ഞ് തീർക്കാം. ഓക്കെ, ഇതൊക്കെ കഴിയട്ടെ. ഇതൊക്കെ കഥ പറയണതിന്റെ പ്രശ്നങ്ങളാണേ. അപ്പം ഇടം വരെ എത്തി. എന്നെയും ഭിത്തിമേ ചേർത്ത്. മനസ്സിലായ? നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇവര് ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്നിട്ടും ഞാൻ ചോദിച്ചു, എന്താ സാറേ, എന്താ പ്രശ്നം, എന്താ? എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് നല്ലോണം അറിയാം. സോ സാർ വാട്ട് ഈസ് ഇഷ്യൂ, വാട്ട്സ് ദ മാറ്റർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുള്ളിയാണെ തുടങ്ങിയില്ലേ, മദർ ചൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഇംഗ്ലീഷിൽ അല്ലെ ഹിന്ദിയിൽ തെറി പറയാൻ തുടങ്ങി. തെറിയാണ് എനിക്ക് മനസ്സിലായി, കാരണം നമുക്ക് പറയണ കേട്ടാൽ മനസ്സിലാവില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ കഴുത്ത് നോക്കിയിട്ട് ഒരൊറ്റ അടി തന്നു. അത്രയും ആളുകൾ നിൽക്കുമ്പോഴാണ് പുള്ളി എന്നെ അടിക്കണം. അത്ര ആളുകൾ നിൽക്കുമ്പോൾ നല്ല അടി തന്നു എനിക്ക്. ഹി ബീറ്റഡ് മീ. സോ എനിക്ക് നല്ല അടി കിട്ടി. ഇപ്പം എന്താ ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല ഇംഗ്ലീഷിൽ, കാരണം പാനിക്കായിട്ട് പറഞ്ഞതാണ്. സോ പുള്ളി എനിക്ക് നല്ല അടി തന്നു. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കാണെങ്കിൽ കരയണോ, കാരണം 5-6 വർഷം മുന്നേ ഒന്നും അറിയാത്ത സമയമാണ്. എന്ത് ചെയ്യണം, കരയണോ, ചിരിക്കണോ, ദേഷ്യപ്പെടണോ? ദേഷ്യപ്പെട്ട ഈ സാറിന് മനസ്സിലാവില്ലല്ലോ, ഹിന്ദിക്കാരനല്ലേ. എനിക്കാണെങ്കിൽ ഹിന്ദിയും അറിയത്തില്ല. സോ ഞാൻ പിന്നെ ചോദിച്ചു, എന്ത് പറ്റിയടാ. അപ്പം എന്നെ എൻ്റെ കൂട്ടുകാരനില്ലേ പയ്യൻ, എന്നെ അവനും കൂടി കുത്തിന് പിടിച്ച് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഓഫീസിട്ട് പോയി. സ്റ്റേഷൻ മാസ്റ്ററാണ് ഏതൊരു വലിയ ഓഫീസ്. അതിട്ട് പോണ വഴിക്ക് ഞാനിങ്ങനെ പോയപ്പോൾ പയ്യനോട് ചോദിച്ചപ്പോഴാണ്, നിങ്ങൾക്ക് സംഭവം എന്താണെന്നറിയോ, ഞാൻ ആധാർ കാർഡ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ, ആ ഗ്യാപ്പിൽ TTR പുള്ളിക്ക് പണി നോക്കണമല്ലോ. പുള്ളി അടുത്ത കുറച്ച് പിള്ളേർ വന്നപ്പോൾ ആ പിള്ളേരിലേക്ക് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കണ പയ്യൻ പറഞ്ഞ്, കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിനോട് പറഞ്ഞ് എടി ഓടിക്കോ, രക്ഷപ്പെട്ടോ, നീ രക്ഷപ്പെട്, നിന്നെ ഞാൻ നോക്കിക്കോളാം, എല്ലാം ഞാൻ ഏറ്റോളാം, നീ ഒന്നും പേടിക്കണ്ട, വിട്ടോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? he do an actual heroism. He did whatever it is. അവൻ അതിൻ്റെ ഇടയിൽ കൂടെ, എനിക്ക് വേണം അവന് ആ പെണ്ണെന്തോ നോട്ടം ഉണ്ടായിരുന്നു തോന്നും. അവൻ ഹീറോയിസം കാണിച്ചു. അവക്കാണെങ്കിൽ അവൻ്റെ മുമ്പിൽ വലിയ സ്ഥാനമാണല്ലോ, അങ്ങനെ രക്ഷിച്ച് തീറ്റ. അതാണ് ഞാൻ ആധാർ കാർഡ് എടുത്ത് വന്നപ്പോൾ അവള് ഭയങ്കര പാനിക്കായിട്ട് ഓടിപ്പോയി. ഞാൻ മോനെ കുടുങ്ങിയില്ലേ. ആ സമയത്താണ് ഞാൻ ചെന്ന് കയറി കൊടുത്തത്. ആരെയും ചെയ്യണം മണ്ടത്തരാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ TTR ചോദിക്കണ ഒരു 500 രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിയും. ഇത് ഈ TTRനെ പറ്റിക്കാൻ നോക്കിയതിന് മൊത്തത്തിൽ 2000, 2500, 3000 രൂപ അവന്മാരെ ഞങ്ങളുടെ അടുത്തുനിന്ന് മേടിച്ചെടുത്ത്. സീരിയസ്ലി, ഇത് അന്നൊന്നും അറിയില്ല, ഹിന്ദി അറിയില്ല, കന്നഡ അറിയില്ല, ആകെ അറിയുന്ന മലയാളം, ഇംഗ്ലീഷും. റൂൾസ് അറിയില്ല. നമ്മുടെ ദേഹത്ത് ഒരാൾ കൈവച്ചാൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞേക്കും നമുക്കറിയാം. ഒരുത്തൻ ഇപ്പോൾ അന്ന് എന്നെ അടിച്ച പോലെ ഇപ്പോഴാണ് എൻ്റെ കഴുത്തിലടിച്ചെങ്കിൽ എനിക്കറിയാം ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം റൂൾസ് അറിയാം എനിക്ക്. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് പുള്ളി പിടിച്ചത്. എന്നിട്ട് 10,000 കൊടുത്ത് ഇറങ്ങിപ്പോകുന്നു നൈസായിട്ട്. പക്ഷെ കഥ പറഞ്ഞപ്പോൾ തന്നെ നല്ല ലോങ് ആയില്ലേ. എന്തായാലും കഥ ഇവിടെ നിൽക്കട്ടെ. കഥ ഇതുള്ളൂ കേട്ടാ. ഞാൻ ഗെയിമിങ് മറ്റേ എന്താണ് ഇതിൻ്റെ മിഷൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് അടുത്ത എപ്പിസോഡിലിടാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യണേ. സോ ഇറ്റ്സ് മീ ക്ലവർ ഗെയിമിങ് സൈനിങ് ഓഫ്. ബൈ ഗൈസ്.